ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ക്ലാസ് 7ത്തിലെ 4th ചാപ്റ്ററായ പണ്ഡിത രമാബായി അതിലെ അഭ്യാസഹ അതായത് എക്സസൈസ് സെക്ഷൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഏകപദേന ഉത്തരത. ഏകപദേന എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നേക്കണ ക്വസ്റ്റ്യൻസിൽ 1 വേർഡായി ആൻസർ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പണ്ഡിത സരസ്വതി ഇതി ഉപാധിഭ്യാം കാ വിഭൂഷിത. പണ്ഡിത എന്നും സരസ്വതി എന്നും ആരെയാണ് ഈ ചാപ്റ്ററിൽ ഇതാക്കുന്നത്, അത് ആരെയാണ് പറയുന്നത്? ആൻസർ എന്താ? രമാബായി. നമ്മൾ ഈ ചാപ്റ്ററിൽ പണ്ഡിത രമാബായിനെ പറ്റിയാണ് പഠിച്ചത്. അപ്പോൾ അവരെയാണ് പണ്ഡിത എന്നും സരസ്വതി എന്നും സംബോധന ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രമ കുതഹ സംസ്കൃത ശിക്ഷാം പ്രാപ്തവതി. രമാബായി എവിടെ നിന്നാണ് സാൻസ്ക്രിറ്റ് പഠിച്ചത്? ആൻസർ എന്താ? സ്വന്തം അമ്മയുടെ അടുത്തുനിന്ന്, സ്വമാതുഹു. രമാബായി കേന സഹ വിവാഹം അകരോത്. രമാബായി കല്യാണം കഴിച്ചത്, വിവാഹം കഴിച്ചത് ആരെയായിട്ടാണ്? ആൻസർ വിപിൻ ബിഹാരി ദാസേന. കാസാം ശിക്ഷായൈ രമാബായി സ്വകീയം ജീവനം അർപ്പിതവതി. ആരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് സ്വന്തം ജീവൻ രമാബായി അർപ്പിച്ചത്? ആൻസർ നാരീണാം. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്, സ്ത്രീകളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് സ്വന്തം ജീവൻ രമാബായി അർപ്പിച്ചത്. രമാബായി ഉച്ച ശിക്ഷാർത്ഥം കുത്ര അഗച്ഛത്. ഉച്ച ശിക്ഷാർത്ഥം എന്ന് പറഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് രമാബായി എങ്ങോട്ടാണ് പോയത്? ഇംഗ്ലണ്ട് ദേശം, ഇംഗ്ലണ്ടിലേക്കാണ് രമാബായി പോയത്. അപ്പോൾ അതാണ് ഫസ്റ്റ് എക്സസൈസ്. ഈ രണ്ടാമത്തെ നോക്കാം. രേഖാങ്കിതാനി പദാനി ആധൃത്യ പ്രശ്ന നിർമ്മാണം കുരുത. ഇവിടെ കുറച്ച് ആൻസർ എന്ന രീതിയിലാണ് തന്നേക്കണേ. അപ്പോൾ അതിലൊരു വേർഡും അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ വേർഡിന്റെ ക്വസ്റ്റ്യൻ വേർഡ് എന്താണ് എന്ന് വേണം എഴുതാൻ. പ്രശ്ന നിർമ്മാണം എന്ന് പറഞ്ഞാൽ തന്നേക്കണ വേർഡിന്റെ ക്വസ്റ്റ്യൻ വേർഡ് എന്തായിരിക്കും എന്നാണ്. അപ്പോൾ ആദ്യത്തെ സെന്റൻസിൽ രമായാഹ പിത സമാജസ്യ പ്രധാരണം അസഹത്. അതായത് ഇതിൽ പറയുന്ന രമാബായിയുടെ അച്ഛൻ സമൂഹത്തിൽ നിന്നും കുറെ വെല്ലുവിളികൾ നേരിട്ടു. അപ്പൊ രമായാഹ എന്ന് പറഞ്ഞ വേർഡാണ് ക്വസ്റ്റ്യൻ വേർഡ്. ഏതാണ് എന്നാണ് ചോദിച്ചത്. അപ്പൊ രമായാഹ എന്ന് പറഞ്ഞാൽ രമ, അതായത് സ്ത്രീലിംഗ ശബ്ദമാണ്. ഇപ്പൊ രമയഹ എന്ന് വരുമ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ വേർഡ് കസ്യാഹ എന്ന് വരും. രണ്ടാമത്തെ പത്യുഹു മരണാനന്തരം രമാബായി മഹാരാഷ്ട്രം പ്രത്യാഗച്ഛത്. ഹസ്ബൻഡ് മരിച്ച ശേഷം രമാബായി മഹാരാഷ്ട്രയിലേക്ക് തിരിച്ചു വന്നു. ക്വസ്റ്റ്യൻ വേർഡ് ചെയ്യേണ്ടത് പത്യുഹു, പതി, അതായത് പുല്ലിംഗ ശബ്ദമാണ്. പദ്യുഹു എന്ന് പറയുമ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ വേർഡ് കസ്യ എന്ന് വരും. കസ്യ എന്ന് പറഞ്ഞാൽ പുല്ലിംഗത്തില് പഞ്ചമി വിഭക്തി ഏകവചനാണ് കസ്യ. രമാബായി മുംബൈ നഗരെ ശാരദാ സദനം അസ്ഥാപയത്. മുംബൈ നഗരത്തിൽ രമാബായി ശാരദാ സദനം എന്ന് പറഞ്ഞ ട്രസ്റ്റ് ഫോം ചെയ്തു, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ മുംബൈ നഗരം അതായത് ഒരു പ്ലേസ് ആണ്. പ്ലേസ് ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് കുത്ര എന്നേ വരത്തുള്ളൂ. കുത്ര, മുംബൈ നഗരെ, അതിന്റെ കുത്ര എന്ന് വരും. 1922 തമേ ഖൃഷ്ടാബ്ദേ രമാബായി മഹോദയ നിധനം അഭവത്. 1922 രമാബായി മരിച്ചു. അപ്പോൾ രമാബായി മഹോദയ, അപ്പോൾ രമാബായി സ്ത്രീലിംഗ ശബ്ദമാണ്, അതിന്റെ ഷഷ്ടി വിഭക്തിയാണ് കസ്യാഹ. മഹോദയാഹ എന്ന് വന്നുകൊണ്ട് കസ്യാഹ. സ്ത്രീയഹ ശിക്ഷാം ലഭന്തേ സ്മ. സ്ത്രീകൾക്കാണ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്. അപ്പൊ സ്ത്രീയഹ എന്ന് പറഞ്ഞാലും സ്ത്രീലിംഗ ശബ്ദം, അപ്പോ കാഹ എന്ന് വരും. അടുത്തത് പ്രശ്നാനാം ഉത്തരാണി ലിഖത. ഇവിടെയും കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിന്റെ ആൻസർ നമ്മൾ ഫുൾ സെന്റൻസിൽ വേണം എഴുതാൻ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. രമാബായി കിമർത്ഥം ആന്തോളനം പ്രാരബ്ധവതി. ആന്തോളനം എന്ന് പറഞ്ഞ റെവല്യൂഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് രമാബായി റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്? അപ്പോൾ എന്ത് റെവല്യൂഷന് വേണ്ടിയിട്ടാണ് എന്നുള്ളതിന്റെ ആൻസർ രമാബായി സ്ത്രീണാം കൃതേ വേദാദീനാം ശാസ്ത്രാണാം ശിക്ഷായൈ ആന്തോളനം പ്രാരബ്ധവതി. രമാബായി സ്ത്രീകൾക്ക് വേണ്ടി വേദങ്ങളും ശാസ്ത്രം, അതായത് സയൻസ് ഒക്കെ പഠിച്ചെടുക്കാനായിട്ടാണ് റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതാണ് ആൻസർ. നിസ്സഹായാഹ സ്ത്രീയഹ ആശ്രമേ കിം കിം ലഭന്തേ സ്മ. ഈ രമാബായി ഒരു ആശ്രമം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ആശ്രമത്തിൽ കുറെ വിഡോസിനെയും നിസ്സഹായയായ സ്ത്രീകളെയും കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ആശ്രമത്തിൽ ആക്ടിവിറ്റീസ് കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുത്തിരുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. ആൻസർ നിസ്സഹായാഹ സ്ത്രീയഹ മുദ്രണ ടങ്കണ കാഷ്ട കലാദീനാഞ്ച പ്രശിക്ഷണമഭി ലഭന്തേ സ്മ.
നിസ്സഹായയായ സ്ത്രീകൾക്ക് അവർക്ക് വേണ്ടിയിട്ട് മുദ്രണ ടങ്കൺ, അതായത് ടൈപ്പ് റൈറ്റിംഗ്, കമ്പ്യൂട്ടർ, അതുപോലെ കാഷ്ടകാലാധീനാഞ്ച, അതായത് ക്രാഫ്റ്റ് ഐറ്റംസ്, വുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെയാണ് അവരെ ട്രെയിൻ ചെയ്യിച്ചുകൊണ്ടിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കസ്മിൻ വിഷയെ രമാബായ് മഹോദയ യോഗദാനം അസ്തി. എന്ത് കാര്യത്തിലാണ് രമാബായി ഇമ്പോർട്ടൻസ് കൊടുത്തത്? അതായത് ജീവിതം അർപ്പിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ എന്ത് കാര്യത്തിലാണ് അവര് ഡൊണേഷൻ പോലെ ചെയ്തത്? ആൻസർ, സ്ത്രീ ശിക്ഷായാം, അതായത് വുമൻസ് എഡ്യൂക്കേഷൻ. അതുപോലെ സമാജ സേവനം എന്ന് പറഞ്ഞാൽ സൊസൈറ്റി, സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. സ്ത്രീ ശിക്ഷായാം സമാജ സേവനാത്ര വിഷയെ രമാബായ് മഹോദയ യോഗദാനം അസ്തി. കേന രചനാദ്വയേന രമാബായ് പ്രശംസിത വർത്തതെ. എന്തൊക്കെ രചനകളാണ് രമാബായിയുടെ ഫേമസ് ആയിട്ടുള്ളത്? ഈ ധർമ്മനീതി അതൊരെണ്ണം, ഹൈകാസ്റ്റ് ഹിന്ദു വുമൻ അത് രണ്ടാമത്തെ. ഈ രണ്ട് കാര്യങ്ങൾക്കാണ് രചനാദ്വയേന പ്രശംസിത വർത്തതെ, ഇതിനാണ് പ്രശംസ കിട്ടിയത്. സ്ത്രീ ധർമ്മനീതിയും ഹൈകാസ്റ്റ് ഹിന്ദു വുമൻ അവരെ പറ്റി ഒരു ബുക്ക് എഴുതിയപ്പോഴാണ് പ്രശംസ കിട്ടിയത്. അടുത്ത എക്സസൈസ് നോക്കാം. അധോലിഖിതാനാം പദാനാം നിർദ്ദേശാനുസാരം പദപരിചയം ലിഖത. ഇവിടെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ വേദ എന്ന് പറഞ്ഞാൽ റൂട്ട്, അതുപോലെ ലിംഗം. ഇവിടെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്, അതായത് പദാനി കുറെ വേർഡ്സ്. അതിൻ്റെ മൂലശബ്ദം എന്ന് പറഞ്ഞാൽ റൂട്ട് എന്താണെന്ന് എഴുതണം. ലിംഗം എന്ന് പറഞ്ഞാൽ പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ നപുംസകലിംഗമാണോ എന്ന് എഴുതണം. അതുപോലെ വിഭക്തി നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രഥമ വിഭക്തി തൊട്ട് സപ്തമ വിഭക്തി വരെ ഉണ്ട്. അതുപോലെ അതിൻ്റെ സംബോധനയുണ്ട്. അപ്പോൾ അതിലേതാണെന്ന് എഴുതണം. അതുപോലെ വചനം, ഏകവചനാണോ ദ്വിവചനാണോ ബഹുവചനാണോ എന്ന് എഴുതണം. ഏകവചനം എന്ന് പറഞ്ഞാൽ സിംഗുലർ, ദ്വിവചനം എന്ന് പറഞ്ഞാൽ ഡ്യുവൽ, ബഹുവചനം എന്ന് പറഞ്ഞാൽ പ്ലൂറൽ. അതുപോലെ ലിംഗം, പുല്ലിംഗം എന്ന് പറഞ്ഞാൽ മെയില്, സ്ത്രീലിംഗം എന്ന് പറഞ്ഞാൽ ഫീമെയിൽ, പിന്നെ നപുംസകലിംഗം എന്ന് പറഞ്ഞാൽ ന്യൂട്ടർ ജെൻഡർ. ഇപ്പൊ എക്സാമ്പിൾ മൂലശബ്ദം ആണെങ്കിൽ പടതി എന്നതിൻ്റെ പട് എന്നാണ്, ലിഖതീന് ലിഖ്. അപ്പൊ അങ്ങനെ നമ്മൾ ഇത് മനസ്സിലാക്കിയിട്ട് എഴുതാം. അപ്പൊ ആദ്യത്തെ വേർഡ് നോക്കാം. പിത എന്ന് പറഞ്ഞാൽ അച്ഛൻ. അപ്പൊ അതിന്റെ റൂട്ട്, അതായത് മൂലശബ്ദം പിതൃ എന്നേ വരത്തുള്ളൂ. അത് നമ്മൾ ഗ്രാമറിൽ അത് പഠിക്കണം ആദ്യം, എന്നാലും നമുക്കിത് ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ ഇതുപോലെ കുറച്ച് ഗ്രാമറ്റിക്കൽ ഉണ്ട്, അത് നോക്കിയാലേ നമുക്ക് ഇത് പ്രോപ്പറായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ ലിംഗം പിത എന്ന് പറഞ്ഞാൽ അച്ഛൻ, അപ്പൊ പുല്ലിംഗം. വിഭക്തി പിത, അതിന്റെ വിഭക്തി പ്രഥമ വിഭക്തിയാണ്. വചനം എന്ന് പറഞ്ഞാൽ ഇവിടെ പിത ഒരാളേ ഉള്ളൂ, ഏകവചൻ. ശിക്ഷായേ, ശിക്ഷ എന്നതിൻ്റെ ആണ് മൂലശബ്ദം, ശിക്ഷ. ലിംഗം സ്ത്രീലിംഗം, ആ എന്ന് എൻഡ് ചെയ്താൽ അത് സ്ത്രീലിംഗമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വീഡിയോസും ഉണ്ട്, അത് വേണമെങ്കിൽ റെഫർ ചെയ്യാം. അതുപോലെ വിഭക്തി ചതുർത്ഥി വിഭക്തിയാണ്, ഏകവചനാണ്. കന്യാഹ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് ബഹുവചനാണ്. അതിൻ്റെ റൂട്ട് വേർഡ് കന്യ എന്ന് പറഞ്ഞാൽ ഗേള്, അതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം. കന്യാഹ എന്ന് പറഞ്ഞാൽ പ്രഥമ വിഭക്തി, കന്യേ കന്യാഹ എന്ന് വരും. നാരീണാം എന്ന് പറഞ്ഞാൽ നാരി, അതായത് മൂലശബ്ദം നാരി എന്ന് പറഞ്ഞാൽ വുമൺ, അതും സ്ത്രീലിംഗമാണ്. നാരീണാം എന്ന് പറയുമ്പോൾ അത് സപ്തമി, അത് ഷഷ്ടി വിഭക്തി ആയിട്ട് വരും, ബഹുവചനാണ്. നാരീണാം, നാരികൾ, അതായത് സ്ത്രീകൾക്ക് വേണ്ടി. മനോരമ എന്ന് പറഞ്ഞാൽ മോളുടെ പേരാണ് ആ ചാപ്റ്ററിൽ. അപ്പൊ മനോരമയാണ് മൂലശബ്ദം, സ്ത്രീലിംഗമാണ്. തൃതീയ വിഭക്തി ഏകവചൻ. അടുത്തത് അധോലിഖിതാനാം ധാതൂനാം ലകാര പുരുഷം വചനാംച ലിഖത. ഇതേപോലെ തന്നെ ഇവിടെ ആക്ടിവിറ്റീസ് ആണ് തന്നേക്കണേ. അതിന്റെ റൂട്ടും ലകാരം എന്ന് പറഞ്ഞാൽ ടെൻസ്, പാസ്റ്റ് ടെൻസ് ആണോ പ്രസന്റ് ടെൻസ് ആണോ ഫ്യൂച്ചർ ടെൻസ് ആണോ എന്ന്. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ലങ് ലകാരം, പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ലെറ്റ് ലകാരം, ലിട്ട് ലകാരം എന്നുണ്ട്, അത് ഫ്യൂച്ചർ ടെൻസ്. അപ്പൊ അത് പ്രഥമ പുരുഷ ആണോ മധ്യമ, അതായത് സെക്കൻഡ് കേസ് ആണോ തേർഡ് കേസ് ഉത്തമ പുരുഷ ആണോ എന്ന് എഴുതണം. ഇത് വചനം, അതായത് ഏകവചനാണോ ദ്വിവചനാണോ ബഹുവചനാണോ. ഇതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ ഗ്രാമർ ഉണ്ട്. പോരാത്തതിന് ഞാൻ ഇതിന്റെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു, അതും നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ആദ്യത്തെ വേർഡ് നോക്കാം. കുറുവന്തി എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു, അതിന്റെ ധാതു അതായത് റൂട്ട് കൃ എന്ന് വരും. കുറുവന്തിയുടെ കൃ ധാതു. ലകാരം അതായത് ടെൻസ്, കുറുവന്തി പ്രസന്റ് ടെൻസ് ആണ്, അതുകൊണ്ട് ലെറ്റ് ലകാരഹ. അത് പ്രഥമ പുരുഷ ഫസ്റ്റ് കേസ് ആണ്. കുറുവന്തി എന്ന് വന്നോണ്ട് ബഹുവചൻ. കരോതി
കുരുതാം കുർവന്തി, കരോതി എന്നതിന്റെയാണ് കുർവന്തി ബഹുവചൻ. ആഗച്ഛത്, ആഗച്ഛത് എന്ന് പറഞ്ഞാൽ കമ്മിങ്. അപ്പൊ അതിന്റെ ഗമ ധാതു, ധാതു എന്ന് പറഞ്ഞാൽ റൂട്ട് ഗമ എന്നാണ്. ആഗച്ഛത് അത് പാസ്റ്റ് ടെൻസ് ആണ്. ലങ് ലകാരഹ പ്രഥമ വിഭക്തി ഏകവചൻ. നിവസന്തി, ഇത് എൻഡിങ് കേട്ടാലേ അറിയാം ബഹുവചൻ. നിവസതി നിവസതഃ നിവസന്തി. അപ്പൊ വസ് ലിവിങ് എന്നാണ്. വസ് എന്ന് പറഞ്ഞാൽ ലിവിങ്, അതിന്റെ ആക്ടിവിറ്റിയാണ് നിവസന്തി. അപ്പൊ ലട്ട് ലകാരഹ പ്രസന്റ് ടെൻസ് ആണ്, പ്രഥമ പുരുഷയാണ് ബഹുവചൻ. ഗമിഷ്യതി, ഷ്യാ എന്നൊക്കെ വരുന്നത്, പഠിഷ്യതി, ലിഖിഷ്യതി, അതൊക്കെ ലട്ട് ലകാരഹ ഫ്യൂച്ചർ ടെൻസ് ആണ്. ഗമധാതു ഏകവചൻ പ്രഥമ വിഭക്തി. അടുത്തത് അകരോത്. അകരോതും കുർവന്തിയുടെ തന്നെയാണ് കൃധാതു. അതായത് കരോതി കുരുതാം കുർവന്തി, അത് പ്രസന്റ് ടെൻസ്. അതുപോലെ അകരോത് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ്, ലങ് ലകാരഹ പ്രഥമ വിഭക്തി ഏകവചൻ. ലാസ്റ്റ് എക്സസൈസ് നോക്കാം. അധോലിഖിതാനാം വാക്യാനി ഘടനാക്രമാനുസാരം ലിഖത. ഇവിടെ ഒരു 6 സെന്റൻസ് തന്നിട്ടുണ്ട്. ഈ 6 സെന്റൻസ് നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ അത് നമ്മൾ ഓർഡറിൽ എഴുതുക. നമ്മൾ പഠിച്ച സ്റ്റോറി അനുസരിച്ചിട്ട് ഈ തന്നേക്കുന്ന സെന്റൻസ് ഷഫിൾ ചെയ്ത് തന്നെ അത് നമ്മൾ സ്റ്റോറി അനുസരിച്ചിട്ട് റീഅറേഞ്ച് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ സെന്റൻസ് എന്താ? രമാബായ് മഹോദയാഹ വിപിൻ ബിഹാരി ദാസേന സഹ വിവാഹ അഭവത്. രമാബായ് വിപിൻ ബിഹാരി ദാസുമായിട്ട് കല്യാണം കഴിച്ചു. 1858 തമ്മിൽ ഖൃഷ്ടാബ്ദെ രമാബായ് ജന്മ അലബദ. 1858 രമാബായ് ജനിച്ചു. സ ഉച്ചശിക്ഷാർത്ഥം ഇംഗ്ലണ്ട് ദേശം ഗതവതി. ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് രമാബായ് ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെട്ടു. 1922 തമ്മിൽ ഖൃഷ്ടാബ്ദെ രമാബായ് മഹോദയാഹ നിധനം അഭവത്. 1922 രമാബായ് മരിച്ചു. സ മുംബൈ നഗരെ ശാരദാ സദനം അസ്ഥാപയത്. മുംബൈ നഗരത്തിൽ ശാരദാ സദനം, അതായത് ശാരദ എന്ന് പറഞ്ഞ പേരിൽ ഒരു ട്രസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു. സ സ്വമാതുഹു സംസ്കൃത ശിക്ഷാം പ്രാപ്തവതി. അമ്മയിൽ നിന്ന് സാൻസ്ക്രിറ്റ് എഡ്യൂക്കേഷൻ പഠിച്ചെടുത്തു. അപ്പോൾ നമ്മൾ ഈ തന്നേക്കണ സെന്റൻസ് ചാപ്റ്ററിലുണ്ട്, അത് ഷോർട്ടാക്കിയിട്ട് ഇവര് തന്നേക്കാം. നമ്മൾ റീഅറേഞ്ച് ചെയ്യുക. അപ്പൊ ആദ്യത്തെ എന്തായിരിക്കും വരുന്നത്? 1858 തമ്മിൽ ഖൃഷ്ടാബ്ദെ രമാബായ് ജന്മ അലബദ. 1858 രമാബായ് ജനിച്ചു. സെക്കൻഡ് എന്തായിരിക്കും? അത് കഴിഞ്ഞിട്ട് അവര് അമ്മയിൽ നിന്ന് സാൻസ്ക്രിറ്റ് പഠിച്ചു. സ സ്വമാതുഹു സംസ്കൃത ശിക്ഷാം പ്രാപ്തവതി. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വരുന്നത് വിപിൻ ബിഹാരി ദാസുമായിട്ടുള്ള കല്യാണമാണ് മൂന്നാമത്തെ സെന്റൻസ്. അതിനുശേഷം നാലാമത്തെ, അതായത് വിപിൻ ബിഹാരി ദാസുമായി കല്യാണം കഴിച്ച് 1.5 വർഷങ്ങൾക്കുള്ളിൽ അയാൾ മരിച്ചു. അപ്പൊ മോളുടെ കൂടെ മുംബൈയിലേക്ക് വന്നു. അതൊന്നും ഇവിടെ തന്നിട്ടില്ല. അപ്പൊ അതിനുശേഷം ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പോയിന്നുണ്ട്. അതാണ് ഉച്ചശിക്ഷാർത്ഥം ഇംഗ്ലണ്ട് ദേശം ഗതവതി. ഇംഗ്ലണ്ടിൽ പോയി തിരിച്ചു വന്നിട്ട് മുംബൈ നഗരെ ശാരദാ സദനം അസ്ഥാപയത്. മുംബൈയിലേക്ക് വന്നിട്ട് ശാരദാ സദനം എസ്റ്റാബ്ലിഷ് ചെയ്തു. ലാസ്റ്റ് വൺ അവര് മരിച്ചുപോയി. 1922 ഖൃഷ്ടാബ്ദെ രമാബായ് നിധനം അഭവത്. അപ്പൊ അങ്ങനെ വേണം സ്റ്റോറി നമ്മൾ നല്ലപോലെ മനസ്സിലാക്കി ഈ സെന്റൻസ് നല്ലപോലെ വായിച്ച് നമ്മൾ റീഅറേഞ്ച് ചെയ്യുക. ഇതൊക്കെ 5 മാർക്കിനൊക്കെ വരും. അപ്പോൾ നല്ലപോലെ മനസ്സിലാക്കി വെക്കുക.